ഓണമെന്നാൽ കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് അമ്പെയ്ത്ത് കാലമാണ്. പ്രത്യേകം തയ്യാറാക്കിയ അമ്പെയ്ത്ത് കളങ്ങളിലാണ് ആദ്യാവസാനം വരെ അത്യന്തം ആവേശം നിറഞ്ഞ മത്സരം നടക്കുന്നത്. പഴയ തലമുറ തുടങ്ങിവെച്ച കായിക വിനോദം പുതുതലമുറയിലും മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ മനുഷ്യരുണ്ട്. വയനാടിനൊരു കൈത്താങ്ങുമായാണ് പേരാമ്പ്ര ഇത്തവണ അമ്പെയ്ത്ത് കളവുമായി എത്തുന്നത്. ഇന്നലെ നമ്മൾ കണ്ടത് പകിടകളി, ഇന്ന് നമ്മൾ കാണുന്നത് അമ്പെയ്ത്ത്. ഒരു കുഞ്ഞ് ഇറുക്കിലിന് എത്ര ദൂരം സഞ്ചരിക്കാനാകും? 25 മീറ്ററിലധികം സഞ്ചരിക്കാനാകും ഓണക്കാലമായാൽ പേരാമ്പ്രയിൽ. കാരണം ഇത് വെറും ഇറുക്കിലല്ല, ഇവർക്ക് അമ്പാണ്. പെരിയ അമ്പറ എന്ന പേര് ലോപിച്ചാണത്രേ പേരാമ്പ്രയായത്. ചിങ്ങം 1 മുതൽ തുടങ്ങുന്ന അമ്പെയ്ത്ത് മത്സരം തിരുവോണം വരെ നീണ്ടു നിൽക്കും. മുളയിലാണ് വില്ലൊരുക്കുന്നത്. തെങ്ങോലയുടെ ഇർക്കിൽ ചെത്തിമിനുക്കി അമ്പുകൾ ഉണ്ടാക്കും. കദളിവാഴക്കൂമ്പ് മുറിച്ചെടുത്ത് ലക്ഷ്യസ്ഥാനമാകുന്ന ചെപ്പൊരുക്കും. ഏകദേശം എൻ്റെ എല്ലാ അറിവിലൊരു 60-65 വർഷത്തിന് മുന്നേ ഇവിടെ അമ്പെയ്ത്തുണ്ട്. അപ്പോൾ ആക്കൂപ്പറമ്പ് ടീം ചെപ്പ് വെച്ച്, അന്നേരം പാറപ്പുറം ടീമാണെങ്കിൽ പാറപ്പുറം ആക്കൂപ്പറമ്പാണ് ഉണ്ടാകുക. അപ്പോൾ ആക്കൂപ്പറമ്പ് എയ്യണം. അമ്പ എഴുതി കഴിഞ്ഞാൽ ഒന്ന് കൊള്ളിച്ച് മറ്റ് ഡബിളാക്കാൻ ശ്രമിക്കണം. ഡബിളാക്കാൻ ശ്രമിച്ചാൽ ഡബിളായാൽ ആ ചെപ്പ് അവിടെ തന്നെ വെക്കും. പിന്നെ എന്താ വെച്ചാൽ അത് 3 കണിയാക്കിയാൽ ഒറ്റയിൽ വരുമ്പം തന്നെ എഴുത്തുകാർ എടുക്കുകയും, ഇരട്ടയിലാണെങ്കിൽ ചെപ്പ് അവിടെ വെക്കുകയും വേണം. എങ്കിലാണ് കളം പൂർത്തി. പിന്നെ അടുത്തത് മറ്റേ ടീം വെക്കും. അന്നേരം മറ്റോ എഴുതി കൊള്ളിച്ചിട്ട് 2 ആക്കിയാലും ആ ചെപ്പ് അവിടെ തന്നെ വെക്കണം. അങ്ങനെയാണ് നിയമങ്ങൾ. ഒരു മണിക്കൂർ സമയം 2 ടീമായാണ് മത്സരം. ആദ്യം എയ്യുന്ന ടീം ലക്ഷ്യസ്ഥാനത്തെത്തിക്കുക മാത്രമല്ല, അമ്പ് പായുന്നതിനേക്കാൾ വേഗതയിൽ ആ ടീമിലെ ഒരാൾ ചെപ്പ് സ്വന്തമാക്കാനായി പിറകെയോടും. ഇതിനിടയിലും എതിർ ടീമിന് അമ്പെയ്യാം. ലക്ഷ്യം കണ്ടാൽ ചെപ്പ് തിരിച്ചു പിടിക്കാൻ ഇവർക്ക് ലക്ഷ്യത്തിലേക്ക് ഓടാം. ഇവിടെ നമ്മളെ ഓണപരിപാടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വയനാട്ടിലുള്ള ദുരന്തം നടന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പരിപാടി നടത്തുന്നത്. പിന്നെ ഇവിടെ ഞങ്ങളൊരു പുതിയ ഗ്രൗണ്ടാണ് ഇപ്രാവശ്യം പേരാമ്പ്ര പഞ്ചായത്തിൻ്റെ ഇതിൽ ഞങ്ങളൊരു ഗ്രൗണ്ട് വാങ്ങിയതാണ്. പഴയ അമ്പെയ്ത്ത് കളങ്ങളിലെ നിയമാവലിയിൽ ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചെപ്പ് പിടിക്കലും തിരിച്ചു പിടിക്കലുമായി മത്സരം പൂർവാധികം ശക്തിയോടെ കൊഴുപ്പിക്കുകയാണ് പുതുതലമുറയും. ജാതീയമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു ഈ ഒരു മാസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവരും ഇതിൽ പിന്നെ സംഘാടകന്മാരെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും എല്ലാവരും ആണ്. പക്ഷേ ഈ ഒരു മാസം ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനമില്ല, ഒന്നുമില്ല. ഈ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമയം കണ്ടെത്തുന്നത്. ഈ ഒരു മാസം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഉത്സവം തന്നെയാണ് ഈ ഒരു അമ്പെയ്ത്ത് എന്ന് പറയുന്നത്. രാമല്ലൂർ, ആക്കൂപ്പറമ്പ്, പാറപ്പുറം എന്നിവിടങ്ങളിലെല്ലാം ഇത്തവണ അമ്പെയ്ത്ത് കളങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. തിരുവോണത്തോടെ വില്ലും അമ്പും താഴെ വെച്ച് അടുത്ത ഓണത്തിനായുള്ള കാത്തിരിപ്പിലാവും പെരിയ അമ്പറ അഥവാ പേരാമ്പ്ര. എം രാഗേഷ്, റിപ്പോർട്ടർ കോഴിക്കോട്.